ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചിലവ് കുറച്ച് എങ്ങനെ മീനുകളെ വളർത്താനുള്ള ടാങ്കുകൾ പണിയാം എന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഓൾറെഡി 10-21 ടാങ്ക് പണിതിരിക്കുന്നത് GIയുടെ പൈപ്പൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ നമ്മൾ താഴെ ടാങ്ക് സെറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പട്ടിക കഷ്ണം, അതായത് മില്ലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന മരത്തിൻ്റെ കഷ്ണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ വീടിൻ്റെ ചുമരിനോടും അതുപോലെ തന്നെ മതിലിനോടും ചേർന്നിട്ടുള്ള ഇടയിലുള്ള സ്ഥലം, അവിടെ നമ്മൾ ഈ മരത്തിൻ്റെ ചാനൽ പട്ടികകൾ ഫ്രെയിം പോലെ ഫിക്സ് ചെയ്ത് അതിലേക്ക് ഓട് ഇറക്കി വെച്ചിട്ടാണ് അതിനെ വെള്ളം തള്ളി പോകാത്ത രീതിയിൽ സജ്ജീകരിക്കുന്നത്. അതിലേക്കാണ് പിന്നീട് നമ്മൾ ചാക്കും ഷീറ്റൊക്കെ ഇട്ട് അതിനെ വെള്ളം കവർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് ടാങ്ക് പണിതാൽ നമുക്കൊരുപാട് നഷ്ടത്തിലേക്ക് അവസാനം ചിലപ്പോൾ കിടക്കേണ്ടി വരും. നിർത്തിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജ് ബോക്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കുറേ മേടിച്ച് കൂട്ടിയാൽ നമുക്കത് കൊണ്ട് കളയാനും പിന്നീട് വിറ്റ് കളയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ടാങ്കുകളിവിടെ ക്രമീകരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ കണ്ട ഷീറ്റാണ് നമ്മൾ ഇടുന്നത്, ചാക്ക് അടിയിൽ. അപ്പോൾ ചാക്ക് നമുക്കിവിടെ 3 രൂപയ്ക്ക് കിട്ടും. അത് വളക്കടയിൽ നിന്ന്, വളം പാക്ക് ചെയ്യുന്ന കടകളിൽ നിന്ന് ചാക്ക് 3 രൂപ വെച്ച് ഒരു ചാക്കിന് കിട്ടും. അപ്പോൾ ആ ചാക്കുകളാണ് നമ്മൾ മേടിച്ച് ഇവിടെ ഈ ടാങ്കുകളുടെ അടിയിൽ ഇട്ട് കൊടുക്കുന്നത്, കല്ലും മണ്ണൊക്കെ തറയ്ക്കാതിരിക്കാനായിട്ട്. അതിലേക്ക് നമ്മൾ ഇടുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റുകളാണ്, നീല പോളിത്തീൻ ഷീറ്റുകൾ. അതും വില കുറഞ്ഞ ഷീറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു കിലോത്തിന് 100-100 ചില്ലാൻ രൂപ വരുന്ന 110-120 ആ റേഞ്ച് വരുന്ന ഈ കാണുന്ന ഷീറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് 4 അടിയാണ് അതിൻ്റെ വീതി വരുന്നത്. നീളം നമുക്ക് എത്ര വേണമെങ്കിലും കിട്ടും. ഇത് നമ്മൾ മുകളിൽ ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ള റോളിൽ ബാക്കിയുള്ള ഷീറ്റായിരുന്നത്. അപ്പോൾ ഇത് വെച്ച് ഇന്ന് നമ്മളൊരു ടാങ്ക് സെറ്റ് ചെയ്തതാണ്. ഇത് നമ്മൾ നെടുകനെ പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് 8 അടിയായിട്ട് വീതി കിട്ടും. ഇതിനെ നമ്മളിട്ട ടാങ്കിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം 3 അടി വീതിയും 3 അടി നീളവും 1.5 അടി ഹൈറ്റുമാണ് നമ്മുടെ ടാങ്കിൻ്റെ സൈസ് വരുന്നത്. അതിലേക്ക് നമ്മളിപ്പോൾ 1 കിലോ ഈ റോള് ഷീറ്റ് മേടിച്ചാൽ നമുക്കൊരു 3-4-5 ടാങ്കിലിടാനുള്ളത് കിട്ടും. അപ്പോൾ ഒരു ടാങ്ക് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് അതിലേക്ക് വെള്ളമൊഴിച്ച് നിറച്ച് ഇടുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. അത്യാവശ്യം കാഴ്ചയിലായാലും അതുപോലെ തന്നെ ക്വാളിറ്റിയിലായാലും നമുക്ക് തരക്കേടില്ലാത്ത രീതിയിൽ ഉള്ള ഉറപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഷീറ്റുകൾ തന്നെയാണ്. വലിയ എക്സ്പെൻസ് ഇല്ലാത്ത ഏകദേശം ഒരു 100 രൂപയിൽ താഴെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ ചിലവ് വരുന്നുണ്ടാവുള്ളൂ പണി കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ വെള്ളം ഒരുപാട് നിറച്ചിട്ടുണ്ട്. അത്യാവശ്യം 1.5 അടി ഹൈറ്റിൽ ഒരു 1/2 അടി ഒഴിച്ച് ബാക്കി 1 അടിയോളം വെള്ളം നമ്മൾ നിർത്തിയിട്ടുണ്ട്. നല്ല ഉറപ്പിൽ തന്നെ നിൽക്കുന്ന ടാങ്കുകളാണ്. നമ്മൾ ഇതുപോലെ തന്നെയാണ് ഇവിടുത്തെ ടാങ്കുകളെല്ലാം സെറ്റ് ചെയ്യാറ്. അപ്പോൾ പിന്നീട് നമ്മൾ ലീക്ക് വന്നാലും ഈ വില കുറഞ്ഞ ഷീറ്റ് തന്നെ നമുക്ക് മുകളിൽ കൂടി ഇട്ട് കൊടുക്കാവുന്ന രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ബാക്കിയുള്ള ടാങ്കുകളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വീഡിയോകൾ കാണിച്ചു തരാവുന്നതായിരിക്കും.